ഇന്നലെ രാത്രി ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയ അമേരിക്ക. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞതിനു പിന്നാലെയാണ് ആക്രമണം. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം വ്യാപിപ്പിക്കുന്നുവെന്ന ആശങ്ക വർദ്ധിപ്പിച്ച് ഈജിപ്തിൽ ഡ്രോൺ ആക്രമണവും നടത്തി. കഴിഞ്ഞ ദിവസം രാത്രി ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് ആക്രമണമുണ്ടായതും. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം വ്യാപിപ്പിക്കുന്നുവെന്ന ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് ഈജിപ്തിൽ ഡ്രോൺ ആക്രമണവുമുണ്ടായി. ദമൈറ്റ തുറമുഖത്തിൽ അമേരിക്കൻ കപ്പൽ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടന്നത്. കപ്പലിന് തീപിടിക്കുകയും മറ്റൊരു കപ്പലിലേക്ക് തീ പടരുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. ഉടനെ അഗ്നിശമന രക്ഷാപ്രവർത്തകരെത്തി തീ അണയ്ക്കുകയായിരുന്നു. ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ ഗൾഫിലെ 6 രാജ്യങ്ങളിലും ആക്രമണം നടന്നിരുന്നു. ഇറാഖിലും ജോർദാനിലും യമനിലും സിറിയയിലും അടുത്തിടെ ആക്രമണങ്ങൾ ഉണ്ടായി. അതായത് യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുന്നതിനിടെയാണ് ഈജിപ്തിലെ പുതിയ ആക്രമണം. ആദ്യമായിട്ടാണ് ഈജിപ്തിൽ ഡ്രോൺ ആക്രമണം നടക്കുന്നത്. ഈജിപ്തിലെ പ്രധാന തുറമുഖങ്ങളിലൊന്നാണ് ദമൈറ്റ. LNG കാർഗോ കപ്പൽ നങ്കൂരമിട്ട വേളയിലാണ് ആക്രമണമുണ്ടായത്. അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള എനർഗോസ് വിന്റർ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് ബ്രിട്ടീഷ് മാരിടൈം സുരക്ഷാ കമ്പനി അടക്കം അറിയിച്ചത്. ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്ന് പരസ്യപ്പെടുത്തിയതും ഇവർ തന്നെയാണ്. അതേസമയം തുറമുഖത്ത് ഒരു കപ്പലിൽ തീപിടുത്തമുണ്ടായി എന്ന് ഈജിപ്ത് സ്ഥിരീകരിച്ചുവെങ്കിലും കാരണം എന്തെന്നത് വ്യക്തമല്ല. അടിയന്തര സുരക്ഷാ വിഭാഗത്തിന്റെ ഇടപെടലിൽ തീ അണച്ചുവെന്നാണ് ഈജിപ്തിലെ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചത്. ആർക്കും പരിക്കില്ലെന്നും മന്ത്രാലയം അറിയിച്ചെങ്കിലും ഡ്രോൺ ആക്രമണമാണോ എന്ന് വിശദീകരിച്ചിട്ടില്ല. ഇറാനെതിരായ ആക്രമണം അമേരിക്ക 3 ദിവസമായി അപ്രതീക്ഷിതമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ആയുധം തീർന്നതാണ് കാരണമെന്ന നൗതിക വിവരങ്ങളുമുണ്ട്. അതിനിടെ സൗദിയെ ലക്ഷ്യമിട്ട് യമനിൽ നിന്നും ഇറാഖിൽ നിന്നും ആക്രമണമുണ്ടായി. അമേരിക്കയും സൗദിയും ചേർന്ന് ഇറാഖിൽ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. PMF എന്ന ഇറാഖിലെ ഷിയ സംഘത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. അമേരിക്കയുമായി ചേർന്ന് ഇറാന്റെ സഖ്യകക്ഷിക്കെതിരെ സൗദി അറേബ്യ ആക്രമണം നടത്തുന്നത് ആദ്യമായാണ്. ഇതോടെ യുദ്ധത്തിന്റെ ഭാഗമായിരിക്കുകയാണ് സൗദി അറേബ്യയും. ജോർദാനിലെ US ക്യാമ്പ് ആക്രമിച്ചാണ് ഇറാൻ ഇതിന് തിരിച്ചടി നൽകിയത്. ഹോർമുസിലും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇതോടെ വിപണി ആശങ്കയിൽ നിൽക്കവെയാണ് ഈജിപ്തിലെ ആക്രമണ വാർത്തയും പുറത്തുവരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.